അസ്സലാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് ഉസ്താദുമാരെ ചിലവാണ് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ പുതിയാപ്പിള കാക്കാനോട് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഇത് തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നാണ് കേട്ടോ. അന്തിക്ക് പണി കയറി പോന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. കുറേ കുറച്ച് സാമ്പാർ കൂട്ടും ഉണ്ട്, പിന്നെ കുറച്ച് തക്കാളിയും കേങ്ങും വല്ലുള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ. വല്ലുള്ളിയും തക്കാളിയും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാളെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞേ. അപ്പോൾ ഏതായാലും നിങ്ങളോട് പറയുകയാണെങ്കിൽ പച്ചക്കറിക്കൊക്കെ പേരും വിലയാണ് കേട്ടോ. കൊടുത്തം വിട്ട വിലയാണ് പോലും. 300 ചില റുപ്യേൻ്റെ പച്ചക്കറിയാണ് പോലും ഈ കാണുന്ന മുതലേ. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, നമുക്ക് സാധനം വേണ്ടിയത് മാങ്ങണമല്ലോ, മാങ്ങാതെക്കാനും പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് തക്കാളിയും കേങ്ങും വല്ലുള്ളിയും ജീരുള്ളിയും പച്ചമുളകും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ ചാറക്കാൻ വേണ്ടി തൈര് കൊണ്ടുവരാൻ പറഞ്ഞിനി, കുമ്പളങ്ങിയും പറഞ്ഞിനി. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി വെക്കാൻ വായക്കറിഞ്ഞിനി, അതും ഉണ്ട്. ഏതായാലും ഞാൻ പച്ചമുളകൊക്കെ ഒന്ന് നെട്ടി കളഞ്ഞിക്കാണ്ട് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ നെട്ടി കളഞ്ഞിക്കാണ്ട് പച്ചമുളക് വെച്ചാൽ കുറേ കാലം പറഞ്ഞാൽ ദിവസങ്ങൾ കേട്ടോ കേടരാതെ നിൽക്കും. പിന്നെ തക്കാളിയും തന്നെ നനഞ്ഞതൊക്കെ ഉണ്ടിച്ചെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അതും തന്നെ നനഞ്ഞിക്കാവുമ്പോൾ വേഗം കേടരും ചിജ്ജു കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ ചീഞ്ഞ വെള്ളം മറ്റേ തക്കാളിയും ആകുമ്പോൾ മറ്റേ തക്കാളിയും ചിജ്ജു. അപ്പം അതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ തക്കാളിയൊക്കെ നനഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തോത്തിക്കാണ്ടൊക്കെ എടുത്ത് വെച്ചോളാണ്ടി. പിന്നെ എല്ലാതും ഞാൻ ഫ്രിഡ്ജിക്കാണ്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതിക്കാണ്ട് കയറ്റിക്കണ്. പിന്നെ കുറച്ച് പിന്നെ ജീരുള്ളി ഉണ്ടല്ലോ, ആ ജീരുള്ളി നിറച്ച് തോലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തോലൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ അതിനും വേണ്ടി ഞാൻ മുറത്തേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് ചേറി കൊടുത്താൽ അതിലത്തെ തോലൊക്കെ പുറത്ത് പോയിക്കോളും. പിന്നെ ഉള്ളി മാത്രം ആയിക്കോളും. ഉള്ളിയാണ് നിങ്ങളോട് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഉള്ളികളുമാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ്. ഏതായാലും ചെറുതാണെങ്കിലും ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ആവശ്യം നടക്കല്ല വേണ്ടിയത് ചെറുതാണെങ്കിലും. അങ്ങനെ ഏതായാലും നമ്മൾ ഒക്കെ ചേറി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇന്നലത്തെ വീഡിയോ ഇനി. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് അങ്ങനെ നമ്മളെ ഉസ്താദുമാരെ ചിലവിൻ്റെ അന്നത്താണ്. അപ്പം നമ്മളേതായാലും രാവിലെ ഒരു 5 മണിയാകുമ്പോഴൊക്കെ നീച്ചിക്കണം കേട്ടോ. അത് നീച്ചാഞ്ഞാൽ പറ്റൂല. ചായയും കടിയാണോ ചോറും കൂട്ടാനും ആണോ ഒക്കെ ആണല്ലോ. അപ്പം അതിനും വേണ്ടി നേരത്തെ നീച്ചിക്കണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓല് എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടേക്കാരം തന്നെയാണ്. നമുക്ക് സബ്സ്ക്രൈബും പിന്നെ കമൻറ്റൊക്കെ കുറവാണ്. എന്നാലും പാടില്ല, നമ്മൾ ആരും നിർബന്ധിച്ചൂല കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ചെറുപയർ ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് ചെറുപയറൊക്കെ തലേന്ന് വെള്ളത്തിലിട്ടീന് കേട്ടോ. അങ്ങനെ അത് അതിക്ക് തക്കാളിയും പിന്നെ 3-4 വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്തുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് പാരണം. അപ്പോൾ അതാക്കണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ ഒരു തക്കാളി നിങ്ങളോട് പറയുകയാണെങ്കിൽ കേടാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കേടന്ന് മറ്റോടി കേടല്ല. അപ്പോൾ അതിന് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ നമ്മൾ തോലൊഴിച്ചിക്കാണ്ട് അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കടിയെന്ന് വെച്ചാൽ നൂൽപുട്ടാണ്. അപ്പോൾ പത്തിരി ഒന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയൂല കേട്ടോ മക്കളെ, ഒറ്റക്കായതുകൊണ്ട്. ചിലവാണ് വരുമ്പോഴാണ് ഇയാളെ ഉമ്മാനെ അങ്ങോട്ട് ഓർമ്മ വരിക. ഉമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ ചിലവാണ് കേട്ടോ ഉമ്മ മരിച്ചിട്ട്. അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ പത്തിരി തന്നെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ ചിലവായപ്പോഴും ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്നെ കൊണ്ട് ഒറ്റക്ക് കജൂല. അത് പരത്തലും ചുടലും കുഴക്കലും ഒക്കെ പാടായിട്ട്. ഉമ്മ ഇല്ലെന്നാണെങ്കിൽ വാട്ടി കുഴച്ച് വട്ടാക്കി കൊടുത്താൽ മതി. ഉമ്മനെ ഒന്ന് പ്രസ്സുമ്മ അമർത്തി തരും. എന്നിട്ട് പിന്നെ പത്തിരി പലകമ്മ പരത്തും. അല്ലെങ്കിൽ ഞാൻ പ്രസ്സുമ്മ അമർത്തി കൊടുക്കും, ഉമ്മ പലകമ്മ ഒന്ന് പരത്തി തരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം അതിനൊന്നും ഒരു കൈസഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പത്തിരി ഒന്നും കജൂല. നേരാകുമ്പോഴത്തേന് 4-5 ഉസ്താദുമാരുണ്ട് രാവിലെ. അപ്പോൾ രാവിലെ അപ്പോൾ എങ്ങനെയായാലും കജൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ഉസ്താദുമാർ ആകെ 4 ഒരു ഉസ്താദ് വിരുന്ന് വയ്ക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ഉസ്താദുമാരുണ്ട്. അപ്പോൾ അതിന്
ഞാൻ കുറച്ച് പൊടി എടുത്തുക്കണം, അതിക്ക് നല്ല തിളച്ച വെള്ളവും പാർന്ന് കൊടുത്തുക്കണം, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ എന്ന് കരുതിയപ്പോൾ ഇതിന് ഞാൻ എന്താട്ടി ഒരു തേങ്ങ എടുത്ത് പൊളിച്ചാൻ പോയതാണ് കേട്ടോ നമ്മളെ ചാറ്റിക്ക്. അപ്പോൾ അതൊന്ന് ചൂടാറും ചെയ്തോളും. നമ്മളിപ്പോൾ അങ്ങനെ നോക്കിന്നോണ്ട് ഇപ്പോൾ ചൂടാറൂലല്ലോ. അപ്പോൾ നമുക്ക് എന്താട്ടാ ആ നേരം കൊണ്ടൊരു തേങ്ങയാണ് പൊളിച്ചെടുക്കും ചേച്ചാ. അങ്ങനെയാണ് ഞാൻ തേങ്ങ അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അത് ചിരണ്ടണം, അരക്കണം, ഒക്കെ പണിയുണ്ട്. 9:30 മണിയാകുമ്പോഴത്തേന് മദ്രസ് വിടും. അപ്പോഴത്തേന് നമ്മൾ ഉസ്താദ്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് പിന്നെ ആ തേങ്ങ വെള്ളം ഒന്ന് നമ്മൾ കുടിച്ചിട്ടുണ്ട്. മക്കളൊക്കെ കടന്നുറങ്ങുകയാണ്. അപ്പോൾ തേങ്ങ വെള്ളത്തിനൊന്നും ആളില്ല, നമ്മൾക്ക് തന്നെയാണ് കുടിച്ചത്. അപ്പോൾ അങ്ങനെ ഇതാക്കണ്. തേങ്ങ വെള്ളം ഏതായാലും കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചായ കുറച്ച് ചായ വെക്കണുള്ളൂ. നമ്മൾ 5 മണിയാകുമ്പോൾ നീച്ചല്ലേ. അപ്പം ഇനി ഉസ്താദ്മാർക്ക് പോകാനാവുമ്പോൾ ചായ കൊണ്ടുപോകാനാവുമ്പോൾ വെച്ചാൽ മതിയല്ലോ. അപ്പം ഞമ്മക്കില്ല ചായ ഉണ്ട് വെച്ചും ചെയ്തിക്കണേ. പിന്നെ ഞാൻ കുറേ പൊടി ഉണ്ടായതുകൊണ്ട് ഒക്കെ പാടം കേട്ടോ ഒപ്പം കുഴക്കാൻ വെച്ചിട്ടോ. അപ്പം ഞാൻ കുറച്ചീച്ചാക്കി കണ്ടാണ് കുഴക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ തന്നെ ചൂടാ മക്കളെ, കണ്ടില്ലേ ആവി പറക്കണുണ്ടല്ലോ നിങ്ങൾ. പിന്നെ ഇതാക്കണേ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ നൂലുപുട്ടും തന്നെ എളുപ്പമല്ല, ഒരു പണിയൊന്നുമല്ല. പിന്നെ ഇപ്പോൾ 2 പാത്രം ഉണ്ടിച്ചെങ്കിൽ ഉണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ നമ്മളെ നൂൽപുട്ട്. അപ്പോൾ ചിലവർക്ക് നൂൽപുട്ട് ചൂടാൻ ഗതിയുടെ ഇക്കാരം, ചിലവർക്ക് എളുപ്പമിക്കാരം. പക്ഷേ നല്ല എളുപ്പമാട്ടോ നൂൽപുട്ട് ചൂടാൻ. അതിൻ്റെ കുഴക്കലും അതിൻ്റെ വെള്ളം പാകലും ഒക്കെ ശരിയായി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ നൂൽപുട്ട് നല്ല ഉസ്സറ് പോലെ പൂ പോലത്തെ നമ്മളെ നൂൽപുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഏതായാലും അതൊക്കെ കുറച്ചൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ ഞാൻ ഏതായാലും ചായ വെള്ളം വെച്ചിനിയല്ലോ, അതൊക്കെ ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ കട്ടൻ ചായയൊക്കെ വേണമെങ്കിൽ കുടിച്ചും ചെയ്യാം. ആ എത്തിക്കാണ്ടാണ് നേരത്തെ കാലത്തെ ചായ കാച്ചെടുക്കുന്നത്. പിന്നെ മക്കളൊക്കെ മദ്രസക്ക് പോകുമ്പോഴത്തേന് ചായ ഒന്ന് ചൂടാറുകയും ചെയ്തോളും. പിന്നെ ഞാൻ ആ ചട്ടിയിലിട്ട ചീനെ ഇത് ഒന്നിച്ചാണ് കുഴച്ച് പിന്നെ 2 പാടം ഒപ്പാണ് കൂട്ടി കുഴച്ചിക്കണം കേട്ടോ. നല്ലോണം കുഴക്കണം കേട്ടോ. പിന്നെ ഈ നൂൽപുട്ടിന് എന്ന് പറഞ്ഞാൽ വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനും പറ്റൂല കേട്ടോ. അത് പീച്ചാലും ശരിയാവൂല, അങ്ങനെയാണ്. എന്നാൽ തീരെ വെള്ളമില്ലഞ്ഞാലോ പീച്ചിയാലാണ് പോരുമില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിനൊക്കെ ഓരോ കറക്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ അളവും കാര്യങ്ങളൊന്നുമില്ല, ഇച്ചിങ്ങോട്ട് തോന്നും ഇത് പാർന്നാൽ പാകാണെന്നുള്ളത്. അപ്പം ഞാനങ്ങനെ പാർന്നു കൊടുക്കും. ചിലപ്പം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും പാർന്നു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ അത് ഇത്ര അളവ് എന്നൊന്നിച്ച് പറയാൻ കൂടി അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ അതാക്കണേ. ഞാനിപ്പോൾ ഒന്ന് നൂൽപുട്ട് കുറേ ചൂടാണ്ടായതുകൊണ്ട് ഗ്യാസുമ്മ ചുട്ടപ്പം ഒന്ന് മുതലാവില്ല. അപ്പോൾ ഏതായാലും തിജ്ജൊക്കെ കത്തിച്ചുകാണ്ട് ഇത് നമ്മളെ ഇഡലിൻ്റെ ഇഡലിപ്പാത്രമാണ് കേട്ടോ. കുക്കറല്ല, ഇഡലിപ്പാത്രമാണ്. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ നൂൽപുട്ടും ചുട്ടെടുക്കൽ. അപ്പോൾ അതിക്കാണ്ട് ഇറക്കി വെച്ചെടുത്താൽ മതി. അപ്പം ഞാൻ എന്താട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് വെണ്ണൂറൊക്കെ തേച്ചിക്കണം കേട്ടോ. ഞമ്മക്കാണെങ്കിൽ കുറച്ച് മതിയല്ലോ. ഇത് കുറേ ഉണ്ടായതുകൊണ്ട് ഗ്യാസ് കുറേ കത്തിച്ചേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്താണ് വെക്കും ചെയ്യാം. അപ്പോൾ കരി പിടിച്ചാതെക്കാനും വേണ്ടി കേട്ടോ മക്കളെ ഞാൻ അതിമേ കുറച്ച് വെണ്ണൂറ് വെച്ചിക്കണത്. അതാണിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഏതാക്കണ് നമ്മൾ 2 പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ മൂത്തച്ഛൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒന്നെടുത്ത് ആകുമ്പോഴത്തേന് മറ്റേതൊന്ന് വെച്ച് കൊടുക്കാമല്ലോ. ആ എഴുതിക്കാണ്ട് 2 പാത്രം കൊണ്ടു നിൽക്കണേ. അതുകൊണ്ട് തന്നെ നമ്മളെ നൂൽപുട്ടിൻ്റെ പണി വേഗം കഴിഞ്ഞു ചെയ്തിക്കണം കേട്ടോ. അപ്പം ഇതാക്കണേ വെള്ളമൊക്കെ പാകമാക്കി കിട്ടിക്കണേ. ഇനി നമ്മൾ ഈ നൂൽപുട്ട് പീച്ചുമ്പോൾ കണ്ടോളിട്ടോ. കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയില്ല നല്ല ഉഷാറാണെന്നുള്ളത്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടി വരില്ല. അപ്പം അങ്ങനെ നമ്മളെ നൂൽപുട്ടൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ പാത്രത്തേക്ക് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് എണ്ണ വെച്ച് കൊടുക്കും. പിന്നെ നമുക്കൊരു 2-3 വട്ടം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് തന്നെ മതിയാവും. അങ്ങനെ ഞാൻ ഇതാക്കണം. ഒരു പാത്രത്തിൽ പീച്ചിക്കാണ്ട് ഇനി മറ്റേ പാത്രമൊക്കെ അവിടെ വെക്കണുണ്ട്. ഇനി മറ്റേ ആവി ഇതായിക്കാണ്ട് വെന്ത് വന്നാൽ നമുക്ക് മറ്റതും കൂടി ഇറക്കി കൊടുക്കാം. ഏതായാലും ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളച്ചും വന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ആയിക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിക്കണേ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. പിന്നെ ഞാൻ നമ്മളെ ചാറ്റിക്കുള്ള തേങ്ങ അരക്കണമല്ലോ. അപ്പോൾ അത് വേകുമ്പോഴത്തേന് മറ്റേ ഞാൻ പീച്ചി പാത്രത്തേക്ക് ആക്കി വെച്ചിക്കണം കേട്ടോ. അതാണ്ട് എടുക്കുമ്പോൾ അതാണ്ട് ഇറക്കി കൊടുക്കും ചേച്ചാ. പിന്നെ തേങ്ങ അരച്ചിക്കാണ്ട് ചാറൊന്ന് തൂമിച്ചും വേണം, ഇതാക്കും വേണം. അപ്പോൾ ഏതായാലും ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കണുണ്ട്. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെന്തുക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഞാൻ വെച്ച് കൊടുത്തിക്കണ്. ഇനി നമുക്ക് അത് വേകട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് ചൂടാറിയിട്ടേ നമ്മൾ അത് എടുക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഗതികേടാണേ.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടോടൊക്കെയാണ് ചിലപ്പോൾ എടുക്കാനും കിട്ടൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നൂൽപുട്ടാവുമ്പോൾ. അപ്പം ഞമ്മക്ക് എന്താട്ടോ ഒന്നുകൂടെ ചൂടാറും ചെയ്തോട്ടെ. അപ്പോൾ അതവിടെ വെച്ചിക്കണേ. പിന്നെ അപ്പോൾ ഒന്ന് ചൂടാറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടിക്കണേ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് 2-3-4 ജീരുള്ളിയും കുറച്ച് നല്ലീരകവും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്താട്ടോ തേങ്ങ അരച്ചിട്ട് നമ്മളെ ചാറ്റിക്കാണ് പാർന്ന് കൊടുക്കണം കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതാക്കണേ ഞാൻ ചട്ടിയൊക്കെ വെച്ചിക്കണേ. ഇനി ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് വറ്റൽമുളകും ഒക്കെ ഉണ്ടല്ലോ. ആ വറ്റൽമുളകിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട മക്കളെ. അതിപ്പോൾ ഏതായാലും ഇല്ലതും ചക്കീരൊട്ടി പറഞ്ഞ മാതിരി ആയിക്കണം. ഇപ്പോൾ ഇന്നലെ ആകെ ഇതായിക്കണേ. ഏതായാലും നമ്മൾ ഇതാക്കിക്കണം. അപ്പോൾ അതിനോട് ആക്കണേ നമുക്ക് കുറച്ച് മുളകുണ്ട്, ചുവന്തമുളക്. ഇനി അത് നമുക്ക് ഇന്നിപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ എല്ലാത്തുക്കും ചുവന്തമുളക് തന്നെ. ചുവന്തമുളക് ഉണ്ടായി നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാ കൂട്ടാനക്കും ചാറ്റിക്കും ഒക്കെ ചുവന്തമുളക് ഇട്ട് കണ്ടപ്പോൾ ഇനി പൊടിപ്പിച്ചാനുണ്ടാവില്ല. ആവും ഏതായാലും ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. അതിൻ്റെ ബാക്കിയൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ നമുക്ക് ഏതായാലും ഞാൻ ചാറൊക്കെ തൂമിച്ചെടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചാറൊക്കെ തൂമിച്ചെടുത്ത് കഴിഞ്ഞേക്ക് പിന്നെ നമ്മളെ നൂൽപുട്ട് ചുടലും കഴിഞ്ഞിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണ് നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിക്കണം. അപ്പം ഞാൻ എല്ലാ നൂൽപുട്ട് ചൂടണമെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എത്തതും എടുത്ത് നമ്മൾ പാത്രത്തേക്കൊക്കെ ഇട്ട് നമ്മൾ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. ഏതായാലും ഇന്നലെ മഴ ആയതുകൊണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ മുറ്റം തോണ്ടിയിട്ട് കിട്ടണ്ടേ, ചമ്മലുണ്ട് ഒട്ടി പൊടിച്ച് കഴിഞ്ഞിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ പറയും വേണ്ടിയില്ല. ചിലപ്പോൾ മിറ്റം അടിച്ചു വരും, ചിലപ്പോൾ മിറ്റം അടിച്ചു വരില്ല, ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴക്കാരം നേരം വെക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ നമുക്ക് കണ്ടറിയാം. ഏതായാലും ഇത്രയും ദിവസമായിട്ട് മഴയൊന്നുമില്ല. ഇനി ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ പെയ്തുകളെ. അപ്പോൾ ഏതായാലും മിറ്റം ഞാനൊന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും മിറ്റം അടിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെ തീർക്കിളിച്ചൂലാകുമ്പോൾ നല്ല സുഖമാണ് നമ്മളെ ചമ്മലൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാൻ. മറ്റേതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഗതികേടായിക്കാരം, തോണ്ടിയാലും കിട്ടൂല, അങ്ങോട്ട് പറ്റി പിടിച്ചാൽ നിൽക്കും ഇലകളൊക്കെ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ മുറ്റൊക്കെ അടിച്ചോരി ഇട്ടുക്കണം കേട്ടോ. പിന്നെ മുന്നും അപ്പുറം ഇപ്പുറം ഒക്കെ അടിച്ചോരിക്കണം. അതൊക്കെ പാടൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തന്നെ ഇപ്പോൾ ഒരു 10-25 മിനിറ്റ് അയക്കണേ. എന്നാലും ഇപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടിട്ടോ. പിന്നെ നമ്മളെ കുറച്ച് കഞ്ഞിൻ്റെ ആളുണ്ടായിന് കേട്ടോ ഇന്നലത്തെ. അത് നമ്മളെ അയലോക്കത്തെ പേരയിൽ 2 പോത്തും കുട്ടികളുണ്ട് നമുക്ക് വലിയൊരുന്നാൾക്ക് കറക്കാനേ. അപ്പോൾ ആ അയലോക്കത്തെ പെരയ്ക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തിക്കണം കേട്ടോ. വെറുതെ കളിയും വേണ്ട. അപ്പോൾ നമ്മളെ പോത്തും കുട്ടികൾ കുടിച്ചോട്ടെ എഴുതിക്കാണ്ട് അങ്ങനെ അത് കൊണ്ടുപോയി കൊടുത്ത് വന്ന് പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉസ്താദുമാർക്ക് ചായ ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ചായ കുടിച്ചാൽ. പിന്നെ അതുകൊണ്ട് വേഗം പാത്രമൊക്കെ മോറി വെച്ചു. പിന്നെ ഞാൻ ഉസ്താദുമാർക്കില്ല ചായ തിളപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഓർക്ക് പാൽ ചായ ഒന്നും വേണ്ട, കട്ടൻ ചായ മതിയായിരുന്നു ഇനി. അപ്പോൾ അങ്ങനെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളെ വലിയ പോയിക്കാണ്ട് മദ്രസയിൽ നിന്ന് പാത്രമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നേരെ 9 മണി ആയിക്കണം. 9:30 ആകുമ്പോഴത്തേന് മദ്രസ് വിടും ചേച്ചു. അപ്പം നമുക്ക് കടിയും ചാറും ചായയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും വേണം. ഏതായാലും ഞാൻ 2 പാത്രത്തിലാക്കിക്കാണ്ട് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 ഉസ്താദുമാരാണ് ഇല്ലത്. അപ്പോൾ ഓർക്ക് അതിനനുസരിച്ച് മതി എന്ന് പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ ഞാൻ 2 പാത്രത്തിൽ ആക്കിക്കണം കേട്ടോ. അപ്പോൾ 2 പാത്രം ബാക്കിയാണ്, അതിലൊക്കെ പാടെ ഒന്നും വേണ്ടേനു. അങ്ങനെ ഏതായാലും ഞാൻ 2 പാത്രത്തിൽ നൂൽപുട്ടും പിന്നെ ഒരു പാത്രത്തിൽ ചാറും ആക്കി. വലിയൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ ചാറും ആക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതാക്കണ ചാറ് നല്ല കുറുന്നനല്ല ചാറാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറുപയറല്ലേ, ചെറുപയറായ പറയും വേണ്ടല്ലോ, കുറച്ച് കുറുന്നനെ കഴിക്കാറല്ലോ, കുറച്ച് തേങ്ങ അരച്ചുകൊണ്ട് പറയും വേണ്ട. പിന്നെ ഉസ്താദുമാർക്കൊക്കെ കൊടുക്കുമ്പോൾ പറ്റങ്ങോട്ട് വെള്ളമാകാനും പറ്റൂല. ഇമ്മ ഉണ്ടെന്ന് പറയും പറ്റങ്ങോട്ട് വെള്ളമാക്കണ്ട കേട്ടോ ചാറ്, ഉസ്താദുമാർക്ക് കൊടുക്കാനല്ലേ അറിയും. അപ്പോൾ ഏതായാലും ഞാൻ പറ്റ വെള്ളമൊന്നും ആക്കിയിട്ടില്ല. നല്ല കുറുന്നനല്ല ചാറും ഒക്കെ ആക്കി നമ്മളെ പാത്രത്തിൽ റെഡി ആക്കി കൊണ്ടിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഉസ്താദുമാർ പള്ളറച്ച് കുടിച്ചട്ടെ. അപ്പം നമുക്ക് 6 മാസം കൂടുമ്പോഴാണ് കേട്ടോ ചിലവ്. ഇതിൻ്റെ മുന്നേക്ക് ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേന്. ഇപ്പം ഏതായാലും 7 മാസം കൂടുമ്പോഴാണ് നമുക്ക് ചിലവില്ലത് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്തിക്കണം കേട്ടോ. ആ ചാറൊക്കെ കഴിയുമ്പോൾ ചിന്തിക്കണമെങ്കിൽ എഴുതിക്കാണ്ട് പാത്രമൊക്കെ ഒന്ന് തുടച്ചെടുത്തിക്കണം. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു വൃത്തിയിലും വെടിപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ
കട്ടൻ ചായയാണ്. അത് നമ്മൾ കുറച്ച് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. കുറേ ഒന്നും വേണ്ടെന്നും പറഞ്ഞിനി. അപ്പം അങ്ങനെ ഓർക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്താരെ പിന്നെ ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മളും ചായ കുടിച്ച് കഴിഞ്ഞു. ഏതായാലും നമ്മൾ ചെറുപയറിൻ്റെ ചോറ് അടിപൊളിയായി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കത്തെ പണിയൊക്കെ നോക്കണമല്ലോ. ചോറും കൂട്ടാനൊക്കെ റെഡി ആണ്ടേ. 12:30 ആകുമ്പോഴത്തേന് ബാങ്കും കൊടുക്കും. 1 മണിയാകുമ്പോഴത്തേന് ഉസ്താദ് വരും ചെയ്യും. അപ്പം ഞാൻ മമ്പയർ കൊണ്ട് ഉപ്പേരിയും കുമ്പളങ്ങ മോരാച്ചിയതും വാഴയ്ക്കയും പയറും ഒക്കെ ഇട്ടിട്ടില്ല ഒരു ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ഉള്ളി തൂമിച്ചാലോ വെച്ചിക്കണേ ഒക്കെ ആക്കിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മമ്പയറൊക്കെ വെന്തിക്കണ്. എന്നിട്ട് ഞാൻ എന്താട്ടി അതൊന്ന് തൂമിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് കടുക് വറുത്തു, പിന്നെ കുറച്ച് ജീരുള്ളി ഇട്ടെടുത്തു, പിന്നെ നമ്മൾ കരിവേപ്പ് ഇട്ടെടുത്തു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് സ്റ്റൈലിലും രസത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ഉസ്താദുമാർക്ക് കൊടുക്കാനല്ലേ. ഉസ്താദുമാർ വന്നുകാണ്ട് അജ്ജേ ഇത് പോരേനി നമ്മൾ ഉസ്താദുമാർ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് വറുത്തുകാണ്ടാണ് കേട്ടോ ഇതാക്കണത്. അങ്ങനെ നമ്മളെ ചോറ്റിന് വെച്ച വെള്ളവും തന്നെ ഒന്ന് തിളച്ച് വന്നിക്കണ്. അപ്പോൾ നമ്മൾ അരിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉസ്താദ് പറഞ്ഞത് നമുക്ക് രസം പൊടിയത്തെ അരിട്ട ചോറ് മതിട്ടോ എന്നാണ് പറഞ്ഞത് ഉസ്താദ്. അപ്പോൾ അതന്നെ ഇട്ട് കണ്ടാട്ടോ നമ്മൾ ചോറ് വെച്ചിക്കണത്. മറ്റേ ചോറ് ചിലപ്പോൾ തിന്നാൻ കജ്ജനുണ്ടാവില്ല ഈ കറി. അപ്പോൾ ഏതായാലും നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്ത് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഈ രസം പൊടിയത്തെ അരി തിന്നുകാണ്ട് ചേലായിട്ട് ഇപ്പോൾ മറ്റേ അരി തിന്നാൽ പോകൂല മക്കളെ. ഉസ്താദുമാരെ പറഞ്ഞിട്ട് കാര്യമല്ല, ഞമ്മക്കും അങ്ങനെ തന്നെ. ഇഞ്ച കാര്യവും ഇഞ്ച കുട്ടികളെ കാര്യവും പറയാലോ. ആ ചോറ് തിന്നിപ്പോൾ മറ്റേ ചോറ് തിന്നാൽ ഒരു ദഹിച്ചാത്ത മാതിരിയാണ്. അപ്പം നമ്മളെ മാതിരി തന്നെയല്ലേ എല്ലാവരും. അപ്പം അതാണ് തിന്ന ചേലായിട്ട്. അങ്ങനെ ഏതായാലും നമ്മളെ ചോറൊക്കെ ഉണ്ട് ഊറ്റി കഴിഞ്ഞും ചെയ്തിക്കണേ. പിന്നെ നമ്മളെ ഉപ്പേരിയും തന്നെ ഞാൻ ആ ചോറാണ് വാങ്ങിയിട്ട് അവിടെ വെച്ചിനിട്ടോ. അതും അവിടെ റെഡി ആയിക്കണേ. നമ്മളെ ഉപ്പേരിയൊക്കെ തൂമിച്ച് ഇതാക്കി മൂടി വെച്ചിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഇറച്ചിയുണ്ട്. അപ്പം നമ്മളെ സദർ ഉസ്താദ് ഉണ്ട് വെച്ചെങ്കിൽ സദർ ഉസ്താദിന് ഇറച്ചി പറ്റൂല കേട്ടോ. കോഴിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീൻ. അപ്പം ഇന്ന് ഒരു ഉസ്താദുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ആ ഉസ്താദിന് ഇറച്ചിയൊക്കെ പറ്റും. അപ്പം നമ്മൾ കുറച്ച് ഇറച്ചി കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ഇന്ന് എടുക്കുക, കുറച്ച് നാളെ എടുക്കരുത് നമ്മൾ കേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ വാഴക്കുപ്പേരിയും വാഴക്കയും പയറൊക്കെ ഇട്ടുകാണ്ടല്ല ഉപ്പേരി റെഡി ആക്കണേ. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കും വേണം. അങ്ങനെ തൂമിച്ചെടുത്തിട്ട് ആ അടുപ്പത്ത് നമുക്ക് ഇറച്ചി വെക്കും ജജ്ജ. ഇറച്ചിയൊക്കെ കേകി നമ്മൾ മുളകും മഞ്ഞളും ഉപ്പും മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പെരിഞ്ചീരകവും ഒക്കെ പാടിട്ട് കാണ്ടാണ്ട് കരിയേപ്പൊക്കെ ഇട്ട് മസാല കൂട്ടി അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് അങ്ങനെ വന്നോളും. പിന്നെ നമ്മളെ ചാറ് കുമ്പളങ്ങ ചാറ് വെക്കാറില്ലേ, അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് തീ വെച്ചീനി. അതൊന്ന് കുമ്പളങ്ങ വന്നപ്പോൾ ഞാൻ എന്താട്ടി തേങ്ങയും കുറച്ച് നല്ലീരകവും വെളുത്തുള്ളി ഒക്കെ ഇട്ടുകാണ്ട് തേങ്ങ അരച്ചീനി. പിന്നെ ഞാൻ ആ തേങ്ങ അരച്ചൊക്കെ പാർന്നൊന്ന് ചൂടായപ്പോൾ കുറച്ച് നമ്മളെ തൈരുണ്ടല്ലോ അതും ഒന്ന് മിക്സിയിലടിച്ച് പാർന്ന് ഇളക്കി ഒന്ന് ചൂടായപ്പോൾ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ചാറ്റക്ക് കട ഇറത്തിക്കണ്, അതിലും ഇട്ടിക്കണ് കേട്ടോ ഞാൻ ചോന്തോളക്ക്. പിന്നെ കരിവേപ്പിൻ്റെ കടുകും തുള്ളി ഉലുവി ഇട്ടിക്കണം കേട്ടോ ഒന്ന്. അങ്ങനെ ചാറൊക്കെ നമ്മൾ തൂമിച്ച് കട ഇറത്തെടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ചാറായി, ഉപ്പേരിയായി. ഇനി നമുക്ക് എന്താ ആക്കേണ്ടത്, പിന്നെ ഇനി ഇറച്ചി വേകാണ്ട് ഇറച്ചി തൂമിച്ചാണ്ട്. അപ്പം അങ്ങനെ ചാറ് റെഡിയായി. നമ്മൾ കുക്കറൊക്കെ ഉണ്ട് അരച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നേരം നോക്കുകയാണെങ്കിൽ 11:40 ആയിക്കണേ. 12:30 ആകുമ്പോഴത്തേന് വരും ചേഞ്ചും ഇറച്ചി വേഗവും വേണം. പിന്നെ വല്ലുള്ളിയും തക്കാളിയും കരിയേപ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഇറച്ചി തൂമിച്ചാൽ. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട്. പപ്പടം പൊരിച്ചിട്ട് ആ വെളിച്ചെണ്ണി തന്നെ നമുക്ക് എന്താട്ടാ നമ്മൾ ഇറച്ചി തൂമിച്ചാലത് അത് ഉണ്ടാക്കും ചേഞ്ചാ. അപ്പോൾ ഇറച്ചി വെന്തിട്ടൊന്നല്ല, അടുപ്പത്ത് തന്നെയാണ്. അപ്പോൾ വേഗം പണി ഒരുക്കിയാൽ പിന്നെ അതിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അത് എഴുതിക്കാണ്ട്. പിന്നെ ഉസ്താദിന് പിന്നെ കുറച്ച് താളിപ്പും വേണമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പപ്പടം താളിച്ചും ചേച്ചാ. അപ്പോൾ ഞാൻ ഏതായാലും മുരിങ്ങയൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ താളിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഞെത്തപ്പം ഉണ്ടാക്കുക, ചീരൻ്റെ ഇല്ല. അപ്പം ഇനി തക്കാളി താളിച്ചേ പറ്റൂലല്ലോ, നമ്മൾ ഉസ്താദന്മാർക്കൊന്നും കൊടുക്കാം, നമ്മൾ കൊടുത്തുന്നണ മാതിരിയല്ലല്ലോ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഏതായാലും ഞാൻ എന്താട്ടി പപ്പടം താളിച്ചാന്ന് കരുതിയിട്ടോ. അങ്ങനെ ആ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലുള്ളിയും നമ്മളെ കരിവേപ്പിൻ്റെ
ഒക്കെ ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതൊക്കെ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആ ചട്ടി അപ്പുറത്തേക്കാണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് നമ്മളെ പപ്പട താളിപ്പിനില്ലേ ഇത് ഇതാക്കി എടുക്കാം കേട്ടോ. നേരം ബാങ്ക് കൊടുക്കാനായും ചെയ്തിരിക്കണം. 12:30 ആകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കുമല്ലോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 1:10 ഒക്കെ ആകുമ്പോഴാണ് ഉസ്താദ് വന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഇറച്ചി തൂമിച്ചാലത് മറ്റിടത്തും വെച്ചിക്കണ്. ഇവിടെ നമ്മൾ ആ ചട്ടി വെച്ചിക്കണം കേട്ടോ. ഈ കുഞ്ഞി ചട്ടിയിൽ മതി കേട്ടോ. ഉസ്താദിന് മാത്രമല്ലേ, നമുക്ക് പിന്നെ ആ കുമ്പളങ്ങ മൂരാച്ചിയത് തന്നെ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറച്ചി വരട്ടും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പറയും വേണ്ടി വരില്ല. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ജീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെളിച്ചെണ്ണയും പാർന്ന് കാണ്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഇറച്ചി തൂമിച്ചാൽ വെച്ചിനിയല്ലോ, ഇറച്ചിക്കുള്ളത് അത് ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിക്കണേ. അങ്ങനെ നമ്മളെ ഈ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. ആ ഒരു പാത്രത്തിൽ മാത്രം മതി കേട്ടോ, ഉസ്താദിന് മാത്രമല്ലേ. ഏതായാലും ഞാൻ അതവിടെ കടന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാതെ കണ്ടായിരുന്നിക്കാണ്ട് ആ പാത്രത്തിലല്ലല്ലോ നമ്മൾ കൊടുക്കുക, വേറെ പാത്രത്തിലല്ലേ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതൊക്കെ കണ്ണ് ഒന്നിങ്ങോട്ട് തിളച്ചിങ്ങോട്ട് സെറ്റായി വരട്ടെ, അതോളം നമുക്ക് കാത്തിക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയും ഇതൊക്കെ അവിടെ കടന്ന് വേകണുണ്ട്. ഇത് തിളച്ചും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനേക്ക് പപ്പടം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണില്ല കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാനാവുമ്പോൾ പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാതിരുതി. പിന്നെ ഞാനത് മാങ്ങി വെച്ചുകാണ്ട് പിന്നെ നമ്മളെ ഉള്ളി തക്കാളി കൊണ്ടല്ല കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ചിക്കണം കേട്ടോ. ഇറച്ചി വന്നാൽ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാക്കണേ നമ്മളെ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബാങ്ക് കൊടുത്തു കേട്ടോ, ബാങ്ക് കൊടുത്തിക്കണേ. അപ്പോൾ പിന്നെ ബേജാറായി, അടച്ചോനെ കജ്ജൂലേ എഴുതിക്കാണ്ട്. അപ്പം ഞാൻ മക്കളോട് ചോദിച്ചു ബാങ്ക് കൊടുത്തേക്ക് തന്നെ നിസ്കാരം തുടങ്ങുമോ ചോദിച്ചു. അപ്പോൾ ഓര് പറഞ്ഞു ഇല്ലമ്മ കുറച്ച് കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ, 1 മണിയൊക്കെ ആവും പറഞ്ഞ്. ഏതായാലും ഇറച്ചി ഞാൻ വെന്തുക്കണ്. അത് ഞാൻ ആ തൂമിച്ചുണ്ടല്ലോ അത് അവിടേക്ക് വെച്ചിട്ട് ഞാൻ എന്താട്ടി ഇറച്ചി ഇളക്കിക്കാണ്ട് ആ അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. ഇനി അതവിടെ കടന്ന് അങ്ങനെ ഇതായിക്കോളും, ഇളക്കട്ടെ. നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചൊന്നും കത്തിച്ചണ്ട, അതങ്ങനെ കടന്നുകാണ്ട് നമ്മൾ ആ തൂമിച്ചതൊക്കെ ആ ഇറച്ചിമേലൊന്ന് പൊടിച്ചിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നല്ല രസമാണ് നമ്മളെ ഇറച്ചി. വല്ലുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടുകാണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് ആ തിളച്ചപ്പോഴൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, മാങ്ങി വെച്ച് തൂമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണത്. ഇനിയിപ്പോൾ അതിൻ്റെ ചൊയയും പുളിയും മണമൊന്നും പോകും വേണ്ട. അപ്പം ഞാൻ അതവിടെ കടന്നോട്ടെ. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഈ ചട്ടി വെറുതെ കളയാൻ പറ്റൂലല്ലോ, നിറച്ച് കായം ഉണ്ടായില്ലേ. അപ്പോൾ ഏതായാലും ഞാനൊരു തുള്ളി ചോറ് അതിലിട്ട് കണ്ട് വടിച്ച് തിന്നുന്നു കേട്ടോ. ഇതേമാതിരി തന്നെയാണ് മീൻ ചട്ടി മക്കളെ, മീൻ ചട്ടി, ഇറച്ചി വെച്ച ചട്ടി, കോഴി വെച്ച ചട്ടി, അതൊക്കെ ഇട്ടുകൊണ്ട് ചോറ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ എന്ത് രസമാണെന്നറിയാം. ഏതായാലും ഞാൻ ആ ചട്ടി കളയാനാവില്ല, നമുക്ക് അതിൽ കുറേ കായൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കേക്ക് കളയാനാവില്ല എഴുതിക്കാണ്ടാണ്ട് തിന്നതാണ്. അങ്ങനെ നമ്മൾ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഉസ്താദിന് കൊടുക്കാതെ ചോറിന് കൊടുക്കാതെ പാത്രമൊക്കെ ഒന്ന് മോറിയെടുത്തു. പിന്നെ ഞാൻ പപ്പടമൊക്കെ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കുളിച്ചൊക്കെ മണ്ടി പോന്നിക്കണ്. ഞാൻ ബേജാറൂട്ടി കുളിച്ചിരിക്കുകയാണ് കേട്ടോ, അഥവാ ഉസ്താദ് വന്നാൽ എഴുതിക്കാണ്ട്. അങ്ങനെ പപ്പടമൊക്കെ പൊട്ടിച്ച് ഞാനൊന്ന് ചാറൊന്ന് മൂടി വെക്കണുണ്ട്. ഇനി വരട്ടെ, തണുക്കണ്ട. അങ്ങനെ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താട്ടി ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുട്ടികളെ ആക്കിക്കഴിഞ്ഞ് ഉസ്താദ് വരുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാണ്ട്. അപ്പോൾ ഏതായാലും ഉസ്താദ് വരുന്നുണ്ട് കാരണം ഉസ്താദ് വരുന്നുണ്ട്. ഏതായാലും ഞാൻ ചോറും കൂട്ടാനും ഒക്കെ ഞാൻ മേസമ്മ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണ് ഒക്കെ റെഡിയാക്കി മേസമ്മ വെച്ചു. അങ്ങനെ ഉസ്താദ് വന്നു. ഉസ്താദ് വന്നേക്ക് തന്നെ ഉസ്താദിന് ഏറ്റവും പറ്റിയ ചാറ് എന്താ നിങ്ങൾക്കറിയോ? നമ്മളെ പപ്പടം താളിച്ചതാ മക്കളെ. ഉസ്താദ് കണ്ടേക്ക് തന്നെ നമ്മളെ പഴയ ചാറിലെ ഈച്ച് ഭയങ്കര തീർപ്പതിയാണ് ആ ചാറ് കാരണം. ഏതായാലും ആ ചാറും കൂട്ടിയാണ് ഉസ്താദ് ചോറ് വെച്ചത്. നമ്മളെ മോരും കറി കൂട്ടിയിട്ട് തന്നെ അല്ല കേട്ടോ, പിന്നെ ഉപ്പേരി കൂട്ടി അതേമാതിരി മമ്പയറും കൂട്ടിക്കണം കേട്ടോ. പപ്പടം പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഇനി വൈകുന്നേരം അപ്പം മതി എന്ന് പറഞ്ഞ് അപ്പത്തിന് ചുടാല്ല അരി ഞാൻ വെള്ളത്തിലിട്ടിക്കണ്. പിന്നെ ഉസ്താദൊക്കെ ഇരുന്ന് ഞങ്ങളൊക്കെ ഇരുന്ന് ഉസ്താദ് ഇറക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ആമീൻ പറയാണ്. അപ്പം ഇനി വൈകുന്നേരം പള്ളിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നേരം പെരീക്ക് വന്നുകാണ്ട് ഇതായിരുന്നു പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ആമീനൊക്കെ എടുത്ത്
നമ്മൾ ദുആയൊക്കെ കഴിഞ്ഞ് ഉസ്താദ് പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് കഴിച്ചാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും.